വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ ഞെട്ടുന്ന വാർത്ത എന്ത് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റോടെ BJP കോർ കമ്മിറ്റി അംഗത്തിന് എതിരെ ആണ് വി ഡി സതീശൻ പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ആദ്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ അത് വലിയ തോതിൽ ചർച്ച ചെയ്യായിരുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചു എന്നുള്ളത് യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള പരാതിയാണ്. ഈ പ്രതികളുടെ ശബ്ദ സംഭാഷണത്തിൽ രാഹുലിന്റെ പേരടക്കം ഉയർന്നു വന്ന പശ്ചാത്തലവുമുണ്ട്. ഇപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം ആ പദവിയിൽ നിന്ന് ഒഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ രാഹുലിന് കുരുക്ക് മുറുകുകയാണല്ലോ. ഈ ഒരു സംഭവത്തിൽ കോൺഗ്രസിന് രാഹുലിനെ സംരക്ഷിക്കാതിരിക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഈ വ്യാജരേഖ കേസിലെ മൂന്നാം പ്രതി അഭിനന്ദ് വിക്രം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിൽ നിന്ന് ലഭിച്ച ഒരു ശബ്ദരേഖയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. നേരത്തെ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിനെയും CPM-നെയും ഒക്കെ വെല്ലുവിളിക്കുന്നത് ഇത്തരം വ്യാജൻ എന്ന് വിളിച്ച് അവകാശിക്കുന്നതിനപ്പുറം എന്താണ് ഇത്രയും വർഷമായി നിങ്ങളുടെ പിണറായിയുടെ പോലീസ് തനിക്കെതിരെ നടപടിയെടുക്കാത്ത, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ചോദ്യം രാഹുൽ പലപ്പോഴും ഉയർത്തിയിരുന്നു. ഏതായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതുമാണ്. ഇപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മൂന്നാം പ്രതിയുടെ ഫോണിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര്, ഈ ഒരു ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്നു. അതേതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റായ ഇടപെടൽ നടത്തി എന്നാണോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യം ഒക്കെ അറിയാമെന്നാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ആ ശബ്ദ സന്ദേശത്തിന്റെ വസ്തുത തേടിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ വലിയ പിന്തുണ, ഒരു മുന്നണി ഒന്നാകെ വലിയ പിന്തുണ നൽകിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം രാഹുലിനെതിരെ ഇപ്പോഴുള്ള ആരോപണങ്ങൾ രാഹുൽ തന്നെ തെറ്റാണെങ്കിൽ തെളിയിക്കട്ടെ എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ, അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ നിയമസഭാ കക്ഷി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ വിഷയത്തിൽ എത്രത്തോളം പിന്തുണ നൽകാൻ കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസും തയ്യാറാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷന് ആരാകുമെന്നത് സംബന്ധിച്ച വലിയ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കേസ് ഉയർന്നു വരികയും ചെയ്യുന്നത്. അവിടെ അബിൻ വർക്കിക്ക് വേണ്ടി ബാധിക്കുന്ന ആളുകളുണ്ട്. ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ വനിതയാകട്ടെ എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അരുൺ, ഇതിലുണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി, ഇവിടെ രാഹുലിനെ കൈവിട്ടാൽ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ പോലും നടക്കുന്നത് വ്യാജമായാണ് എന്ന മട്ടിലുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുമല്ലോ. അത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ സംഘടനാ തലത്തിലും ബാധിക്കുവാനുള്ള കാര്യം സാധ്യതയില്ലേ? അപ്പോൾ രാഹുലിനെ ഈ സ്ത്രീ വിഷയത്തിൽ മാറ്റി നിർത്തുമ്പോഴും ഈ വ്യാജ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായും തള്ളിക്കളയുക എന്നതും നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും. രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ വരുന്ന സ്ത്രീ പീഡന പരാതി ആരോപണങ്ങളൊക്കെ. പക്ഷേ നേരത്തെ ഉയർന്ന ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ആരോപണം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതായത് ആ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അത് വലിയ തിരിച്ചടിയാണ്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അത് ശരിയെന്ന് കണ്ടെത്തുകയോ പോലീസ് അന്വേഷണത്തിൽ തെളിവുകൾ പുറത്തുവരികയോ ചെയ്താൽ അത് കോൺഗ്രസ് പാർട്ടിയെ ഒന്നാകെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ അഭ്യാസം സൂചിപ്പിച്ചത് പൂർണ്ണമായും രാഹുലിനെ തള്ളിക്കളയാൻ നേതൃത്വം തയ്യാറാകുമോ എന്ന വലിയ ചോദ്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിനെ പിന്തുണ നൽകാനുള്ള സാധ്യതയും വിരളമാണ്. രാഹുൽ ആ രീതിയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നൊരു പൊതുബോധ്യം വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സംരക്ഷണം രാഹുലിന് കിട്ടുമെന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത്ര എളുപ്പമല്ല അത്തരത്തിലൊരു സംരക്ഷണം പൂർണ്ണമായും രാഹുലിന് കിട്ടാൻ. അതോടൊപ്പം വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞ പ്രതികരണം, അത് ഇതുവരെയും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ശരീരഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടിയും കോൺഗ്രസിന് മാത്രം പഴിചേരേണ്ടതില്ല, നിങ്ങൾ
സൂക്ഷിച്ച് കളിച്ചാൽ മതിയെന്ന് CPI-നോട് പറയുന്നു. BJP-യോട് ആകട്ടെ നിങ്ങൾ പ്രതിഷേധവുമായി കൊണ്ടുവന്ന കാളയുമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തേണ്ടി വരും. അപ്പോൾ രണ്ട് പാർട്ടിയിൽ നിന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ അല്ലെങ്കിൽ പുറത്തു വരും. അതൊരു പക്ഷേ കോൺഗ്രസിലൂടെയാകാം, അതല്ല എങ്കിൽ മറ്റ് കേന്ദ്രങ്ങളിലൂടെയാകാം. അത് രാഷ്ട്രീയമായി ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടല്ലോ. ഇടത് കേന്ദ്രങ്ങളും BJP കേന്ദ്രങ്ങളും ഒക്കെ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അരുൺ? CPM-ൽ നിന്നും അതുപോലെ തന്നെ BJP-യിൽ നിന്നും അത്തരം വാർത്തകൾ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന വാർത്തകൾ പുറത്തുവിടുമെന്ന വെല്ലുവിളിയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. BJP-യുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഒരു ലൈംഗിക ആരോപണമാണ് ഈ വാർത്ത എന്ന അഭ്യൂഹങ്ങളുണ്ട്. പാലക്കാട് കേന്ദ്രീകരിച്ചാണ് ആ ഒരു വാർത്ത വരാൻ സാധ്യതയുള്ളത്. പാലക്കാട് കേന്ദ്രീകരിച്ചാണ് ഒരു പരാതി വന്നതെന്ന സൂചനകളുമുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ അധികം വൈകാതെ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. CPM നേതാക്കളും കരുതിയിരിക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ നൽകുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം, അല്ലെങ്കിൽ അത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ തുറസ് പരാതികൾ അത് വലിയൊരു തിരിച്ചടിയായി കോൺഗ്രസിനെ മാറുമ്പോൾ സമാനമായ ആരോപണങ്ങൾ മറ്റു പ്രധാനപ്പെട്ട രണ്ട് പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയും ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ് കോൺഗ്രസ് ശ്രമം. ഏതായാലും പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തോട് തന്നെയാണ് വെല്ലുവിളി നടത്തിയത്. എത്രത്തോളം വലിയ ബോംബാണത്, ഞെട്ടിക്കാൻ പോകുന്ന ബോംബാണോ, അല്ലെങ്കിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും രണ്ട് പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയാണ് ഇത്തരം ആരോപണം ഉള്ളതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിനെ പരോക്ഷമായി പറയുന്നത്. അത് ആർക്കൊക്കെ എതിരെയാണ്, എങ്ങനെയാണ് അത് പുറത്തുവരാൻ പോകുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. യെസ്, കേരളം ഞെട്ടുന്ന വിവരങ്ങളായിരിക്കും പുറത്തുവിടാൻ പോകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യർ, നേരത്തെ BJP-യിൽ ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരുടെ ഒരു FB പോസ്റ്റ് വന്നു. അത് കോൺഗ്രസ് ചെയ്ത പോലെ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. അതിൽ നിന്ന് തന്നെ BJP-യിലെ കോർ കമ്മിറ്റിയിലെ അംഗത്തിനെതിരെ ആണ് ഈ പരാതിയോ അല്ലെങ്കിൽ ആക്ഷേപമോ വെളിപ്പെടുത്തലോ ഒക്കെ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ CPI-നെ സംബന്ധിച്ചിടത്തോളം അത് ആർക്ക് എതിരെ എന്നത് സംബന്ധിച്ച സൂചനകൾ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ പ്രബലനായ നേതാവിനെതിരെ എന്നുള്ള ചില വിവരങ്ങൾ ആണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും VD സതീശൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ അതെന്ത് എന്നുള്ളത് സംബന്ധിച്ചും സ്ഥിരീകരണത്തിലേക്ക് ആ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയുള്ള വാർത്തകളെയാണ് ആശ്രയിക്കേണ്ടി വരിക.